നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത 9-ാം അധ്യായം. രാജവിദ്യ രാജഗുഹ്യയോഗം. ശ്ലോകം 20. ത്രൈവിദ്യാ മാം സോമപഃ പൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. 3 വേദങ്ങൾ, ഋഗ്, യജുർ, സാമം. ഇവ വിധിപ്രകാരം അഭ്യസിച്ചവരും യജ്ഞശിഷ്ടമായ സോമരസം പാനം ചെയ്ത് പാപമുക്തരായവരും യജ്ഞങ്ങളിലൂടെ എന്നെ ആരാധിച്ച് സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവർ തങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായി ഇന്ദ്രലോകം, അതായത് സ്വർഗം പ്രാപിക്കുകയും അവിടെ ദേവന്മാർ അനുഭവിക്കുന്ന ദിവ്യങ്ങളായ സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ശ്ലോകത്തിൽ ഭൗതികമായ ആഗ്രഹങ്ങളോടെ ഈശ്വരനെ ഭജിക്കുന്നവരുടെ ഗതിയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ത്രൈവിദ്യ, ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളിൽ നിപുണരായവർ എന്നാണ് ഇതിനർത്ഥം. സകാമകർമ്മം. ഇങ്ങനെയുള്ളവർ ഭഗവാനെ ആരാധിക്കുന്നത് മോക്ഷത്തിനു വേണ്ടിയല്ല, മറിച്ച് സ്വർഗസുഖം പോലുള്ള ഐഹികവും താൽക്കാലികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പുണ്യത്തിൻ്റെ ഫലം. അവർ ചെയ്യുന്ന യജ്ഞങ്ങളുടെയും പുണ്യകർമ്മങ്ങളുടെയും ഫലമായി അവർക്ക് സ്വർഗലോകം ലഭിക്കുന്നു. ഇവിടെ മനുഷ്യർക്ക് അപ്രാപ്യമായ ഉന്നത തലത്തിലുള്ള സുഖസൗകര്യങ്ങൾ അവർ ആസ്വദിക്കുന്നു. വേദങ്ങളിൽ പറയുന്ന യാഗങ്ങൾ ചെയ്ത് സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർ പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിൽ ദൈവീക സുഖങ്ങൾ അനുഭവിക്കും. എന്നാൽ അത് സ്ഥിരമല്ല. പുണ്യം തീർന്നാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് താൽക്കാലികമായ ഫലങ്ങളേക്കാൾ ശാശ്വതമായ മോക്ഷം ലക്ഷ്യമാക്കണമെന്നാണ്. നന്ദി.